ഹലോ ഗേസ്, അബ്ബയും മക്കളും. ഇന്നത്തെ പ്രഭാത സവാരി ഇതാ ഞങ്ങളുടെ നാട്ടിലെ ഗ്രാമപ്രദേശമായ മരഞ്ചാട്ടിയിൽ നിന്നും കക്കാടുംപൊയിൽ പോകുന്ന റൂട്ടാണ്. കക്കാടുംപൊയിൽ പോകാൻ വേറെ റൂട്ടുണ്ട്. ഈ റൂട്ടിലൂടെ പോയാൽ നല്ല മലഞ്ചെരുവിലൂടെയുള്ള യാത്രയാണ്, അതിമനോഹരമായൊരു യാത്ര. അങ്ങനെ നമ്മളെ ഡ്രൈവർ സുധീർ ഭായിയാണ്. സുധീർ ഭായി ഉണ്ട്, അമീൻ ബോസ് ഉണ്ട്, ഞാനും ഉണ്ട്. അങ്ങനെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. റോഡിൻ്റെ വലതുവശം ചേർന്നുകൊണ്ട് നല്ല കുത്തൊഴുക്കുള്ള പുഴ, കൂമ്പാറപ്പുഴ എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയൽ. ഇരുവശവും അതിമനോഹരമായ വീടുകളും അതുപോലെ തന്നെ പ്രകൃതിയും ഭംഗിയോട് കൂടിയിട്ടുള്ള പ്രകൃതി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളെ യാത്ര ഇങ്ങനെ വലിയൊരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ കയറ്റങ്ങളൊക്കെ കയറി 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 അങ്ങനെ ഞങ്ങൾ പോയിട്ട് സുധീർ ഭായിൻ്റെ ഒരു പറമ്പുണ്ട് അവിടെ. ആ പറമ്പിലേക്ക് മാങ്ങ പറിക്കുക എന്ന ലക്ഷ്യമാണ് ഞങ്ങളുടേത്. അങ്ങനെ ഞങ്ങൾ മാങ്ങ പറിക്കാൻ വേണ്ടി മലമുകളിലേക്ക് ഇങ്ങനെ അതിമനോഹരമായ യാത്ര ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ വലിയ കയറ്റം ചെന്നെത്തുന്നത് ഒരു അമ്പലത്തിലേക്കാണ്. കുറേ വർഷങ്ങൾ പഴക്കമുള്ള അതിമനോഹരമായ പുരാതനമായ ഒരു അമ്പലം കാണാം നമുക്ക്. ആ അമ്പലം അടിപൊളി അമ്പലമാണ്, വളരെ മനോഹരമുള്ള, എല്ലാവരും ഒരു വട്ടം സന്ദർശിക്കേണ്ട അമ്പലമാണ്. കാണാൻ ഒരു പഴമ തോന്നിക്കുന്ന ഒരു അമ്പലം. ഇതിങ്ങനെ മേപ്പോട്ടേക്ക് പോയി കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്തേക്കാണ് എത്തല്. അങ്ങനെ ഞങ്ങൾ പാർക്ക് ചെയ്തിട്ട് റോഡിൻ്റെ വലതുവശത്തേക്ക് നടന്നപ്പോൾ അമ്പലത്തിലേക്കുള്ള റോഡ് നടന്നങ്ങനെ പോവുകയാണ്. ഈ കുന്നും മലകളും താണ്ടി പോകുന്ന എന്ന് പറഞ്ഞത് വളരെ രസമുള്ള ഒരു കാര്യമായിരുന്നു. വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോവാണ്. അതാ നല്ല മനോഹരമായ പൂന്തോട്ടങ്ങളും പ്രകൃതി കനിഞ്ഞേങ്ങി നൽകിയ കൊന്നപ്പൂവാണ് കാണുന്നത്. അമ്പലത്തിന് മുമ്പിൽ തന്നെയാണ് ആ കൊന്ന ഒന്നാകെ പൂത്തുലഞ്ഞു നിൽക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. അതിമനോഹരമായ ഒരു കാഴ്ചയായിരുന്നു അത്. അങ്ങനെ ഞങ്ങളിതാ അമ്പലത്തിൽ പരിപാടികളൊക്കെ ഉണ്ടാക്കുമ്പോൾ കെട്ടുന്ന സ്റ്റേജാണ് ആ താഴ്ഭാഗത്ത് കാണുന്നത്. ആ സ്റ്റേജിൻ്റെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രദേശങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് 50-60 കിലോമീറ്റർ ദൂരെയുള്ള കോഴിക്കോട് കടപ്പുറം വരെ അവിടുന്ന് കാണാം. ഇതാണ് ആ പുരാതനമായ അമ്പലം. ഈ അമ്പലത്തിൻ്റെ വലത്തുവശം ചേർന്നിട്ട് പോയി കഴിഞ്ഞാലാണ് നമ്മളെ സുധീർ ഭായിൻ്റെ പറമ്പിലെത്തുന്നത്. അങ്ങനെ സുധീർ ഭായിൻ്റെ പറമ്പിലേക്ക് ഞാൻ മുൻപിലായിട്ട് നടന്ന് അവർ വേക്കിൽ വരികയാണ്. അവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. ചുറ്റിനും നോക്കുമ്പോൾ വിജനമായ പ്രദേശം. ഇതിൻ്റെ പുറകുവശത്തൊക്കെ നല്ല വീടുകളൊക്കെ ഉണ്ട്. അങ്ങനെ സുധീർ ഭായിൻ്റെ പറമ്പ് പറഞ്ഞാൽ വിജനമായ ഒരു പറമ്പും ഒരു ചെറിയൊരു ഗസ്റ്റ് ഹൗസും, അടിപൊളി വൈബ്. കക്കാടുംപൊയിൽ നിന്ന് കാണുന്ന ഏകദേശം വ്യൂ പോയിൻ്റ് ഏറ്റവും ബെസ്റ്റ് വ്യൂ പോയിൻറ്റിനേക്കാളും വ്യൂ ഉള്ളൊരു പ്രദേശമാണ്. ഇതാണ് ഏറ്റവും വലയും കെട്ടിയിട്ടതാണ് നമ്മുടെ പറമ്പ്. ആ പറമ്പിൻ്റെ ഉള്ളിലേക്ക് കിടക്കാനുള്ള ശ്രമമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ നെറ്റ് ഇനി അയക്കണം. ജസ്റ്റ് ആ നെറ്റ് അയച്ചു കഴിഞ്ഞിട്ട് നമ്മളെ ഗസ്റ്റ് ഹൗസിൻ്റെ രംഗമാണ് നിങ്ങൾ കാണുന്നത്. ആ ഗസ്റ്റ് ഹൗസിലേക്ക് ഇതാ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ സുധീർ ഭായി അമീൻ ബോസും ഇതാ എത്തിയിട്ടുണ്ട് പുറകിൽ. അങ്ങനെ ഞങ്ങളിതാ ഗസ്റ്റ് ഹൗസിലേക്ക് നടന്ന് നീങ്ങുകയാണ്. ഗസ്റ്റ് ഹൗസിൻ്റെ അടുത്തെത്തി കഴിയുമ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അതിമനോഹരമായ കാഴ്ചകളാണ്. വളരെ നല്ല ഒരു വ്യൂ. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും കക്കാടുംപൊയിൽ സന്ദർശിക്കാൻ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കോൾ ചെയ്താൽ നമ്മളിവിടെ സെറ്റപ്പായി താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു തരുന്നതാണ്. ഇതാണ് നമ്മളെ ഗസ്റ്റ് ഹൗസ് എന്ന് നോക്കിയാൽ കിട്ടുന്ന വ്യൂ. രാവിലെ അതിമനോഹരമായ കോടമഞ്ഞ് പെയ്തിറങ്ങുന്നതായിട്ട് കാണാം. ഈ മാവിലാണ് നമുക്ക് കയറി പറ്റേണ്ടത്. ഞാൻ കയറാനുള്ള ശ്രമം നടത്തി പിന്തിരിഞ്ഞു. പിന്നെ നമ്മളെ കൊള്ളി സാറിനെ വിളിച്ചു കൊണ്ടുവന്നു. നമ്മളെ കൂമ്പാറ അങ്ങാടിയിൽ എവിടെ മരം കയറാനുണ്ടെങ്കിലും ഓടിയെത്തുന്ന ആളാണ് കൊള്ളി. ആ കൊള്ളി അങ്ങനെ വന്നിട്ട് മരത്തിൻ്റെ മുകളിലേക്ക് പാഞ്ഞ് കയറിയിട്ട് ചില്ലിൽ നിന്ന് ചില്ലയിലേക്ക് പൂത്തുലഞ്ഞ് പോകുന്ന ഒരു കാഴ്ച അതിമനോഹരമായിരുന്നു. ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ നോക്കിയാൽ കാണുന്നത് എൻ്റെ വീടാണ്. ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറത്താണ് എൻ്റെ വീട്. ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് എൻ്റെ വീടുള്ളത്. ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് ഈ കാണുന്നതാണ് അവിലാഗിരി ആശ്രമം. അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു. ഈ അവിലാഗിരി ആശ്രമവും ഇതാണ് ഞങ്ങളുടെ നാട്ടിൽ നമ്മളൊരു സുഹൃത്തുണ്ട്.
അദ്ദേഹം പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട്. അതിമനോഹരമായ കാഴ്ച എന്ന് പറയുമ്പോൾ ഇത്രയൊരു വ്യൂ പോയിൻ്റ് നമുക്ക് കിട്ടാനില്ല. അങ്ങനെ ഇതാണ് നമ്മുടെ കൊള്ളിയുണ്ട്, ബാലനുണ്ട്. ബാലൻ ഗൾഫിൽ പോവാണ്. അപ്പോൾ ബാലന് ഇച്ചിരി മാങ്ങ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളുടെ മാവിൽ കയറാൻ വേണ്ടി ഇപ്പോൾ ശ്രമം നടത്തിയത്. അങ്ങനെ കൊള്ളി കയറുന്നതിന് മുമ്പ് അമീൻ ബോസിൻ്റെ ഒരു ശ്രമമാണ് 2 മാങ്ങ കുഴക്കായിട്ട് വലിക്കാൻ കഴിയുമെന്നുള്ളത്. കുറച്ച് പരാജയപ്പെട്ടെങ്കിലും കുറച്ച് സാധനങ്ങൾ ചാക്കിലേക്കാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അമീന് അതികഠിനമായ പ്രയത്നങ്ങൾക്കൊടുവിൽ കൊള്ളി ഇതാ മരത്തിൻ്റെ മുകളിലേക്ക് പാഞ്ഞു കയറുകയാണ്. അണ്ണാങ്കോട്ടം പോകുന്ന മാതിരിയാണ് കൊള്ളി മാവിൽ കയറിയത്. അങ്ങനെ കൊള്ളിയുടെ അതിമാസ്മരിക പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മാവിൻ്റെ കൊമ്പിൽ നിന്ന് അപ്പുറത്തെ മാവിൻ്റെ കൊമ്പിലേക്ക് പാഞ്ഞെടുക്കുന്ന കൊള്ളി. അങ്ങനെ ആ തൊട്ടിയിൽ കൊക്കയിൽ കെട്ടിത്തൂക്കിയ ചാക്കുവലയിലേക്ക് ഓരോ മാങ്ങകളും എത്തിക്കുകയാണ്. ശ്രമകരമായ ആ പരിപാടിയിൽ 100% വിജയം കൈവരിച്ചിരിക്കുകയാണ് കൊള്ളി. അങ്ങനെ അതിമനോഹരമായ മാങ്ങാപ്പറി ചളിക്കുത്ത് പരിപാടി ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ കൊള്ളിയുടെ കയ്യിൽ നിന്നും മിസ്സായി വരുന്ന ഓരോ മാങ്ങകൾ ഞങ്ങൾ കടിച്ചുകൊണ്ടേയിരിക്കുകയാണ് താഴത്ത്. അങ്ങനെ കൊള്ളി 2 കൈകളും വിട്ടുകൊണ്ട് മാവിൻ്റെ മുകളിൽ നിന്ന് കാണിക്കുന്ന അഭ്യാസ പ്രകടനങ്ങൾ കണ്ട് തൊതീറിന് തലകറങ്ങുന്ന പോലെ തോന്നിയപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളവും 2 പഴംപൊരിയും കൊണ്ട് കൊടുത്തു. അപ്പോൾ അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് മാങ്ങാപ്പറി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക്. അതെ, കക്കാടംപൊയിൽ നിന്ന് അതിമനോഹരമായ ഈ പ്രദേശത്തിലേക്ക് കുട്ടിക്കാലം ഓർമ്മ വരുത്തുന്ന മാങ്ങാപ്പറി പരിപാടികൾ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളും നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അറിയിക്കണം. നമ്മുടെ വീഡിയോക്കുള്ള അഭിപ്രായങ്ങൾ ദയവ് ചെയ്ത് അറിയിക്കണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ കൊള്ളി അതാ മാങ്ങ പറിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവൻ്റെ ഓരോ വികൃതികളും വിക്രിയകളും കണ്ട് അന്തം വിട്ട് കുന്തം പോലെ അമീൻ ബോസ് താഴെ നിന്ന് അന്തം വിട്ട് നോക്കുകയാണ്. ഞാനാണെങ്കിൽ ഈ വ്യൂ പോയിൻ്റുകൾ കണ്ടെത്തും മതികരാതെ പോലെ ആ വ്യൂ പോയിൻറ്റിലേക്ക് തന്നെ എൻ്റെ ക്യാമറകൾ ചലിക്കുകയാണ്. അതിമനോഹരമായ കാഴ്ചയായിരുന്നു. അങ്ങനെ അങ്ങനെ മാങ്ങാപ്പറി പരിപാടി ഇവിടെ അരങ്ങേറിക്കൊണ്ടേയിരിക്കുന്നു. 2 ചാക്ക് ഫുള്ളായിക്കൊണ്ട് ഞങ്ങൾ മാങ്ങ പറിച്ച് കുറച്ച് കഴിഞ്ഞപ്പം ഇച്ചിരി മടുത്തു. അങ്ങനെ അമീന്, ബാലന്, സുധീർ, ഞാൻ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തുകൊണ്ട് ഞങ്ങൾ മാങ്ങാപ്പറി തുടർന്നു കൊണ്ടേയിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വ്യൂ പോയിൻറ്റിലേക്ക് നോക്കുകയാണ്. ഈ പറമ്പിൽ നിന്ന് കറക്റ്റ് കിട്ടുന്ന ഒരു വ്യൂ പോയിൻ്റാണ്. രാവിലെ നിറയെ കോട ഇറങ്ങുന്ന അതിമനോഹരമായ ഈ പ്രദേശം കക്കാടംപൊയിലേക്ക് പോകുന്ന വഴി കൂമ്പാറ അങ്ങാടിയിൽ നിന്ന് വെറും 2.5 കിലോമീറ്റർ പോയാൽ മതി. ഈ പ്രദേശങ്ങൾ സന്ദർശിക്കാനും ഈ അമ്പലത്തിൽ വരാനും ഇതുപോലെ തന്നെ ഈ പഴമ കാണാനും കുട്ടിക്കാലം തിരിച്ചെത്തിക്കാനും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മെസ്സേജിലൂടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴിയുന്ന ഹെൽപ്പുകൾ ഞങ്ങൾ ചെയ്ത് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ കഴിയുന്ന നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. വീണ്ടും കാണുവാനേക്കും വണക്കവും.